എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ജോലി, ആ ജോലി ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾക്ക് വലിയൊരു കുറേ ഓഫറുകൾ നിങ്ങൾക്ക് തന്നെ വരും. 100% ഉറപ്പാണ്. അത് മനസ്സറിഞ്ഞ് നിങ്ങൾ ആ ജോലി ചെയ്യണം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളൊരു ടൗണിലാണെങ്കിൽ ആ ടൗണിൽ പോയിട്ട് ഒന്ന് 2-3 കന്നഡ ഷോപ്പായിട്ട് ബന്ധപ്പെടുക. കന്നഡ ഷോപ്പില്ല, അവരായിട്ട് ബന്ധപ്പെടുക. ബന്ധപ്പെട്ടതിന് ശേഷം അവരോട് ചോദിക്കുക, ഈ ഗ്ലാസ്സൊക്കെ എവിടെ നിന്നാണ് ഫിറ്റ് ചെയ്യുന്നത്. ചില കടക്കാർ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യും, ചില കടക്കാർ പറയും ഇന്ന സ്ഥലത്ത് ഞങ്ങളൊക്കെ അവിടെ കൊണ്ടുകൊടുത്തിനാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ അവരോട് ചോദിക്കുക, ഒന്ന് കാണിച്ചു തരാമോ, എനിക്കൊന്ന് പണി പഠിക്കണം, ഈ ഫിറ്റിംഗ് ഒന്ന് പഠിക്കണം. അപ്പോൾ ഉറപ്പായിട്ട് അവർ കാണിച്ചു തരും. നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിങ്ങൾ അവിടെ പോവുക, അവരോട് സംഭവങ്ങളെല്ലാം പറയുക. എനിക്കിതൊന്ന് പഠിക്കണം, ഈ ഗ്ലാസ് എങ്ങനെയാണോ ഫിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്നെ പഠിപ്പിച്ച് തരണം. അപ്പോൾ ഫിറ്റർ നിങ്ങളോട് പറയും, എന്താ പറയുക, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ നിന്നോളി, പക്ഷേ ശമ്പളമൊന്നും തരാൻ പറ്റില്ല, ഭക്ഷണമൊക്കെ നമ്മൾ തരും. നിങ്ങൾക്ക് പണി പഠിക്കാനാണ്, നിങ്ങളവിടെ ഒരു മാക്സിമം ഒരു നല്ല ഒരു ഫിറ്റർ ആവണമെങ്കിൽ മാക്സിമം 6 മാസമാണ്. കുറച്ച് കഴിവുള്ളവർ 3 മാസം കൊണ്ട് ക്ലിയറാക്കും. കുറച്ച് നല്ലൊരു ഫിറ്റർ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, അതായത് നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഗവൺമെൻറ്റോ വേറെ ആരെങ്കിലും തരുന്ന സർട്ടിഫിക്കറ്റ് അല്ല, ആ ഫിറ്റർ തന്നെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് തരും. എന്താ തരിക, നല്ല ഫിറ്ററാണ്. അപ്പോൾ നിങ്ങളവിടെ 6 മാസം നിന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ആ പണി പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഓരോ കടകളിൽ നിന്ന് ഓഫർ വരും. ഒരു ഫിറ്റർ വേണം, ഒരു കന്നഡ ഫിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയെ വേണം. ഈ ഫിറ്റർ നിങ്ങളെ പഠിപ്പിച്ച ഫിറ്റർ എൻ്റെ അടുത്ത് ആളുണ്ട് എന്ന് പറയും. അപ്പോൾ കടക്കാരായിട്ട് അവർ തമ്മിൽ സംസാരിച്ച് നിങ്ങൾക്കൊരു ശമ്പളം ഇടും. ഞാൻ സ്റ്റാർട്ടിങ് ശമ്പളമാണ് പറയുന്നത്. മിനിമം ഒരു 18 രൂപയാണ് സ്റ്റാർട്ടിങ് ശമ്പളം. പക്ഷെ 2 മാസം നിങ്ങളവിടെ ഫിറ്ററായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം, എനിക്കിതൊന്നും മതിയാവുന്നില്ല, നിങ്ങളൊന്ന് കുറച്ച് കൂടുതലാക്കി തരണം. കാരണം നിങ്ങൾക്ക് വേറെ കടക്കാരുണ്ട്, നിങ്ങൾക്ക് ക്യൂ ആയിട്ട് നിൽക്കും. 100% നിങ്ങളോട് പറയുന്നത്. ഈ സംഭവങ്ങൾ പുറത്താർക്കും അറിയില്ല. കാരണം 34 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഒന്ന് അവരോട് സംഭവങ്ങൾ പറയാം, ഈ പൈസ എനിക്ക് മതിയാവുന്നില്ല, നിങ്ങളൊന്ന് കൂടുതലാക്കി തരണമെന്ന്. ഉറപ്പായിട്ട് ഒരു 10, 20, 22 വരെ നിങ്ങൾ പോകും. ഞാൻ അതല്ല ഉദ്ദേശിക്കുന്നത്. 22 രൂപ കിട്ടണം, 20,000 രൂപ കിട്ടണം. നിങ്ങൾക്ക് വിദേശത്ത് കിട്ടുകയാണെങ്കിൽ സത്യം പറയട്ടെ, 50, 60, 70, 80, 1 ലക്ഷം വരെ പോകും. നിങ്ങൾ നല്ലൊരു ഫിറ്റർ ആണെങ്കിൽ. നല്ലൊരു ഫിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്, ഞാനൊരു ഫിറ്ററാണ്, ഞാൻ ചെറുപ്പം തൊട്ടേ പഠിച്ചതാണ്. അവിടെ പോയി നിന്ന് എല്ലാം മനസ്സിലാക്കി ഞാൻ സ്വന്തമായിട്ട് തന്നെ ഞാൻ മെഷീനും കാര്യങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി ഞാൻ തന്നെ അത് ഫിറ്റ് ചെയ്തു. പിന്നെ നിങ്ങൾ വേറൊരു കട വെച്ച് നിങ്ങൾ ഫിറ്റർ മാത്രമായിട്ട് ജോലി എടുത്തു കഴിഞ്ഞാൽ, ഞാൻ വെറുതെ പറയല്ലേ, സീരിയസ് ആണ് നിങ്ങളോട് പറയുന്നത്. ഒരു കണ്ണട ഫിറ്റ് ചെയ്ത് കൊടുത്താൽ 2 മിനിറ്റ് പണിയേ ഉള്ളൂ. 40 രൂപ കിട്ടും, 60 രൂപ കിട്ടും, 100 രൂപ കിട്ടും ഒരു കണ്ണട. നിങ്ങൾക്ക് കുറേ കടക്കാരാണ് കണ്ണടകൾ കൊണ്ടുതരുന്നത്. ഒരു ഉദാഹരണത്തിൽ ഇന്ന് ഞാൻ തന്നെ ഫിറ്റാക്കാൻ കൊണ്ടുകൊടുത്തു, എനിക്ക് സുഖമില്ല. അപ്പോൾ എനിക്കൊരു 5 കണ്ണട ഫിറ്റാക്കി കിട്ടണമെങ്കിൽ 250 രൂപ ഞാൻ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കണ്ണടകൾ എത്രയാണെന്നറിയാം? ചിലപ്പോൾ 50 എണ്ണം കിട്ടും, ചിലപ്പോൾ 40 എണ്ണം കിട്ടും, ചിലപ്പോൾ 30 എണ്ണം കിട്ടും. ഒരു ദിവസം 30-40 ഉറപ്പാണ്. ഇത് നിങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുതേ ഞാൻ പറയുന്നത്. നിസ്സാരമായിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് തള്ളിക്കളയരുത്. ഇത് പഠിക്കണം നിങ്ങൾ. ഈ കന്നഡ ബിസിനസ്, കന്നഡ ഫിറ്റിംഗ്, ഇതൊന്നും പുറത്ത് പരസ്യമുള്ളൊരു സംഭവങ്ങളല്ല. അതൊക്കെ നമ്മൾ തേടിപ്പോയി കണ്ടുപിടിച്ച് പഠിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ എന്താ പറഞ്ഞത്, ഒരു 30 കന്നഡ, 20 കന്നഡ, 50 കന്നഡ നിങ്ങൾക്ക് ഫിറ്റിങ്ങിന് ദിവസം കിട്ടും. വരുമാനം നോക്കുകയാണെങ്കിൽ 2,500, 3,000 രൂപ നിങ്ങൾക്ക് ദിവസം ഉണ്ടാക്കാം. അത് വേണ്ട എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഷോപ്പിൽ നിൽക്കുകയാണെങ്കിൽ ഒരു 18 തൊട്ട് 22, 23, 25 വരെ, നല്ലൊരു ഫിറ്ററാണെങ്കിൽ 30 വരെ വാങ്ങാം. പിന്നെ കുറേ പഠിക്കാനുണ്ട് ഇതിൽ. എന്താ പഠിക്കാനുള്ള? സെയിൽസ്. ഇതിൻ്റെ കൂടെ തന്നെ സെയിൽസ് ആക്കുക.
അപ്പോൾ നിങ്ങൾ സെയിൽസ്മാനുമായി ഒരു ഫിറ്ററുമായി നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം പിന്നെ ഞാൻ പറയുന്നില്ല. പിന്നെ വിദേശത്ത് നിങ്ങൾക്ക് ആരെങ്കിലും ഓഫർ കൊണ്ടുവരികയാണെങ്കിൽ, വിദേശത്ത് ഞങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ഒരു ഫിറ്റർ വേണം, ഒരു നല്ല ഫിറ്റർ, 3 പീസ് ഫിറ്റാക്കുന്നത്, ഫുൾ ഫ്രെയിം ഫിറ്റാക്കുന്നത്, സൂപ്പർ ഫ്രെയിം ഫിറ്റാക്കുന്നത്, ഇതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് കുറച്ച് ബന്ധങ്ങളും പരിചയങ്ങളുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വലിയ സംഭവമാണ്. ഒന്നുമല്ല, ഇത് നിസ്സാരമായൊരു സംഭവമാണ്. നിങ്ങൾക്കൊരു 3 മാസം 4 മാസം 5 മാസം കൊണ്ട് 6 മാസം മാക്സിമം നല്ലൊരു ക്ലിയറായിട്ട് നിങ്ങൾ പണി പഠിച്ചു കഴിഞ്ഞാൽ, സഹോദരന്മാരെ, സത്യം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സുഖസുന്ദരമായിട്ട് ജീവിക്കാം. വിദേശത്ത് കിട്ടുകയാണെങ്കിൽ അതിലും ഏറ്റവും നല്ലത്. മടിക്കരുത്, പോകണം. അവിടെ ഒരു 50, 60, 70, 80, 1 ലക്ഷം വരെയൊക്കെ പോകുന്ന ഫിറ്റർമാരെ എനിക്കറിയുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പിന്നെ മൂന്നാമത്തത്, ഇത് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ആ ഫിറ്റർ കാണിച്ചു തരും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് കൈയെല്ലാം വിറയ്ക്കാൻ തുടങ്ങും. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇതെങ്ങനെയാണ് മുറിക്കേണ്ടത്, ഇതെങ്ങനെയാണ് ഫിനിഷിങ് കൊടുക്കേണ്ടത്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. നിങ്ങൾ അവിടെ ഇരുന്നിട്ട് ആ ഫിറ്റർ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, അവരെന്താ ചെയ്യുന്നതെന്നുള്ളത്. സ്വാഭാവികമായിട്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു തൊഴിലായി. അതൊരു നല്ല തൊഴിലാണിത്. ഇത് ചെറിയ നിസ്സാരമായ തൊഴിലല്ല, നല്ല തൊഴിലാണ്. അപ്പോൾ ഇന്നത്തെ ഇത് നിങ്ങളൊരു നിസ്സാരമായിട്ട് എടുത്താൽ മതി. ഞാൻ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് ഇത് നിസ്സാരമായിട്ട് എടുക്കരുത്. നിങ്ങളത് നിസ്സാരമായിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനോട് താല്പര്യമുള്ള വ്യക്തികളൊന്നും അന്വേഷണം നടത്തുക. അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വഴി ഉറപ്പായിട്ട് കിട്ടും, നിങ്ങൾ വിജയിക്കുകയും ചെയ്യും. ഇത് ഇപ്പോൾ എല്ലായിടത്ത് കടകൾ കുറേ കൂടിയിട്ടുണ്ട്, കന്നഡ ഷോപ്പുകൾ ഇഷ്ടം പോലെ വന്നു. പക്ഷേ ഫിറ്റർമാരില്ല. ഫിറ്റർമാരില്ലാത്ത കാരണം എല്ലാവരും വിദേശത്ത് പോയി. ഇവിടെ ഒന്നും ഇപ്പോൾ ആരുമില്ല. അപ്പോൾ നിങ്ങളിത് പണി പഠിച്ച് വരികയാണെങ്കിൽ നിങ്ങൾക്കും ആ ചാൻസ് ഉണ്ടാവും. ഇന്നത്തെ ദിവസം ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ.